ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയ്ക്ക കൊണ്ടൊരു 4 മണി പലഹാരമാണ്. ഞാനിവിടെ ഒരു കപ്പയ്ക്കയുടെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ, മുഴുവനും എടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം. ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ തോലും കുരുവും എല്ലാം ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. കപ്പയ്ക്ക ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. ശേഷം കപ്പയ്ക്ക ഗ്രേറ്റ് ചെയ്തതും ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മൈദാമാവ്. ഞാൻ ഇവിടെ ഒരു ബൗൾ മൈദാമാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. അത് കപ്പയ്ക്ക ഗ്രേറ്റ് ചെയ്തിട്ട് സവാള ഇട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് പിന്നെ മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടലമാവ്, ഉപ്പ് ആവശ്യത്തിന്, ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കട്ട കെട്ടാതെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവ് ഒരുപാട് കട്ടിയാകാതെ ഇച്ചിരി അയഞ്ഞ പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മാവ് ഇവിടെ ഇപ്പം ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ നമുക്കിത് വറുത്ത് കോരി എടുക്കാം. തിരിച്ചും മറിച്ചിട്ട് കരിയാതെ വറുത്ത് കോരിയെടുക്കാം. വലുതായിട്ടോ ചെറുതായിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളങ്ങനെ എണ്ണ ഒഴിച്ച് ഇതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പാം ഓയിലോ സൂര്യകാന്തി എണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.